Sri Balu Kiriyar, Indulakshmi, Rinosh and Sabrina and my dear friends. When Indulakshmi approached me and told me that I am the best choice and right choice for her Venu, I was really thrilled. അതാണ് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു സംവിധായിക വന്ന് എന്നോട് പറയുന്നു, എൻ്റെ വേണു ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ജഗദീഷ് സാറിനെയാണ്, റൈറ്റ് ചോയ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, ബഹുമതിയാണ്. പിന്നെ ഇവിടെ മീര സാഹിബ് സാറൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നല്ല സിനിമകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള വ്യക്തിത്വമാണ്. ഈ നല്ല സിനിമ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്നു. ഇതേപോലെ അഭിമാനിക്കാൻ അവസരമില്ലാതിരുന്ന ഒരു കാലത്ത്, ഒരു മൈനോറിറ്റി ആയിരുന്ന കാലത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി, നല്ല സിനിമയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. കോ ഡയറക്ടർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നതിനേക്കാളും കോ ഡയറക്ടർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പൊ അദ്ദേഹം അന്ന് തന്നിട്ടുള്ള ആ ഒരു സെറ്റിലുള്ള അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി, ഇപ്പൊ ഇന്ദുലക്ഷ്മി പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ, ഇപ്പോ അടൂർ സാറായിക്കോട്ടെ, മീര സാഹിബ് സാറായിക്കോട്ടെ, ഇവരൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇന്റർവെൽസിലൊക്കെ ഇവരുടെ ഹ്യൂമർ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. ആ പാത പിന്തുടരാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇന്ദു ഇവിടെ പറഞ്ഞു സെറ്റില് ഞാൻ വളരെ ജോലിയിലായിരുന്നു എന്ന്. പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സീനിന്റെ സമയത്ത്, ഒരു ഷോട്ടിന്റെ സമയത്ത് അനവസരത്തിൽ ഒരു തമാശ പറയാൻ പാടില്ല എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. റിലാക്സ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ദു നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുമാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ പറയാൻ നേരത്ത് ആദ്യം 1 സെക്കൻഡ് സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് അതിന് ശേഷമുള്ള ഇന്ദുവിന്റെ ചിരി, അതാണ് എനിക്ക് കിട്ടുന്ന, ഞാൻ പറയുന്ന ഒരു തമാശ പറഞ്ഞിട്ട് അതിന് ചിരിക്കുക എന്നൊരു കാര്യം കിട്ടുമ്പോഴാണല്ലോ കൂടുതൽ സന്തോഷം തോന്നുക. അപ്പൊ ആ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് സെറ്റായിരുന്നു. കാരണം ആവശ്യമുള്ള കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ, ഒരു ഇമോഷൻസിന്റെ കാര്യത്തിൽ, ഒരു സെന്റിമെന്റ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു സംവിധായികയാണ് ഇന്ദുലക്ഷ്മി. അപൂർവമായിട്ടൊക്കെ ഇതിനകത്ത് ടേക്ക് 2 പല ഷോട്ട്സിലും വന്നിട്ടുണ്ട്. അപ്പൊ ടേക്ക് 2 എടുക്കാൻ നേരത്ത് ഇന്ദുലക്ഷ്മി വന്ന് എന്നോട് പറയും, സാറിന്റെ കണ്ണുകളിൽ ആ ഇമോഷൻസ് വരുത്താൻ കഴിയും, കുറച്ചുകൂടെ. ഇപ്പൊ ഞാൻ ഒന്ന് അണ്ടർപ്ലേ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോ പറയും, ഇല്ല അത് കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഞാൻ ഓക്കെ വെച്ചിട്ടുണ്ട്, ആ ഫസ്റ്റ് ഷോട്ട് ഓക്കെ വെച്ചിട്ടുണ്ട്, സെക്കൻഡ് ഷോട്ട് നമുക്കൊന്നുകൂടെ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഇമോട്ട് ചെയ്ത് പറയുമ്പോൾ എന്നോട് വന്ന് പറയാറുണ്ട്, ആ സെക്കൻഡ് ടേക്ക് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് ആ ഇമോഷൻസ് വേണം. അതല്ലാതെ അവിടെ കൺഫ്യൂഷൻ ഇല്ല, അപ്പൊ തന്നെ റിസൾട്ട് പറയും. ഞാൻ മോണക്കിൽ ചെന്ന് നോക്കുന്ന ഒരാളല്ല, ഞാൻ ഇന്ദു എന്ത് പറയുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. ഇന്ദുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ എന്ത് പറയും, സെക്കൻഡ് ടേക്ക് ആണ് ദ ബെസ്റ്റ്, എനിക്ക് വേണ്ടത് കിട്ടി. അപ്പൊ വേണുവിന്റെ ഓരോ ചലനങ്ങൾ, ഓരോ ഡയലോഗ്സ് അതെങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയുള്ള ഒരു സംവിധായകയുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് വളരെ എളുപ്പമാണ് എന്റെ ജോലി എന്ന് പറയുന്നത്. വേണു എന്ന ക്യാരക്ടറെ മനസ്സിലാക്കിയത്, എന്റെ അടുത്ത് ക്യാരക്ടർ ഒന്ന് നെറേറ്റ് ചെയ്തു, ഇന്ദുലക്ഷ്മി വന്ന് നെറേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. കാരണം നമുക്കൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന, റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് വേണു. അയാള് സാധാരണക്കാരന്റെ ഇമോഷൻസ് ആണ്, സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ, സാധാരണക്കാരന്റെ സന്തോഷങ്ങൾ, സാധാരണക്കാരന്റെ നൊമ്പരങ്ങൾ, സാധാരണക്കാരന്റെ വാത്സല്യം, സ്നേഹം, പ്രതീക്ഷ, ഇതിന്റെ ലേയേഴ്സ് ഈ കഥാപാത്രത്തിലൂടെ ഈ അപ്പുറം എന്ന സിനിമയിൽ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ നെറേഷനിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഫുൾ സ്ക്രിപ്റ്റ് തന്നിരുന്നു, ബൗണ്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് തന്നെ ഡീറ്റെയിലിംഗ്, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പൊ ആ ഡീറ്റെയിലിംഗ് വെച്ച് പിന്നെ അതിലോട്ട് മാറുക എന്നുള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ നടത്തേണ്ടത്. ഓരോ ദിവസവും എങ്ങനെയാണ് ഈ സീൻ ഇന്ദു എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യിക്കാൻ പോകുന്നത്, ഞാൻ ചെയ്യുന്നതിൽ ഹാപ്പി ആകുമോ എന്ന ഒരു ആലോചനയോടെയാണ് ഞാൻ സെറ്റിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ഷോട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷോട്ട് എടുത്തിട്ട് വളരെ ഗൗരവത്തോടുകൂടി 1 സെക്കൻഡൊക്കെ ഒരു ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതല്ലാതെ വന്നിട്ട് കുഴപ്പമില്ല എന്നുള്ളൊരു വാക്കല്ല പറയുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും നന്നായിട്ട് ചെയ്യാൻ പ്രചോദനം തരുന്ന രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് പലപ്പോഴും എനിക്ക് സെറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഫൈനൽ പ്രോഡക്റ്റ് ഇന്ന് ഞാൻ കണ്ട രീതിയിലായിരിക്കും വരിക എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ലായിരുന്നു. പക്ഷെ ഒരു കോമ്പറ്റീഷൻ സെക്ഷനിലേക്ക് ഇത് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു.
ചിലപ്പോ അല്ലാതെ സിനിമ ടുഡേ എന്നുള്ള സെക്ഷനിൽ വല്ലതും കിട്ടുമായിരിക്കും. അല്ലാതെ കോമ്പറ്റീഷൻ സെക്ഷൻ 2 സിനിമകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്ന് അപ്പുറമാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. അത് സംവിധായകരുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വിജയമാണ്, അവരുടെ ഡിറ്റർമിനേഷന്റെ വിജയമാണ്. പിന്നെ ഞാൻ വനിതയെന്നോ പുരുഷനോ എന്നൊന്നും പറയില്ല. ഒരു സംവിധായകയുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസും ഇല്ലാതെ സൊസൈറ്റിയുടെ മുന്നിൽ ഞാൻ തല ഉയർത്തി നിൽക്കും എന്ന് പറഞ്ഞ ഒരു സംവിധായികയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അതില് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതിന്റെ വേണ്ട കാര്യങ്ങൾ. പിന്നെ ഇത്തരം സിനിമകൾക്കുള്ള വെല്ലുവിളി എന്ന് പറയുന്ന ബഡ്ജറ്റാണ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിന്ദുവിന്റെ അച്ഛനോടൊപ്പമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ പോലും നമുക്ക് ഒരു പരാതി ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ സാധാരണ നമ്മുടെ വീടുകളിൽ നമുക്ക് കിട്ടുന്ന നല്ല ഭക്ഷണം ആ സെറ്റിൽ കിട്ടിയിട്ടുണ്ട്, ആ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഒരു വീടിന്റെ അന്തരീക്ഷമായിരുന്നു ലൊക്കേഷനിലും. അതല്ലാതെ ഒരു താരത്തിന്റെ സാന്നിധ്യം അവിടെ ഒരിക്കലും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അത് എന്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ നടനായിട്ടോ അല്ലെങ്കിൽ ഒരു കലാകാരനായിട്ടോ മാത്രമേ ഞാൻ സെറ്റിൽ ചെന്നിട്ടുള്ളൂ. അതിന്റെയൊക്കെ റിസൾട്ട് കാണാണ്ട് ഇന്ദുവിനോട് താല്പര്യമുള്ള മിനി ആയിക്കോട്ടെ, ബാക്കിയുള്ള അന്നത്തെ ആയിക്കോട്ടെ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ സൂര്യയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൂര്യയുടെ മെമ്പേഴ്സൊക്കെ ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ സ്വന്തം പ്രോജക്റ്റ് ആയിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. അതാണ് ആ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഈ സിനിമ. അവരെല്ലാവരും കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സിനിമയാണ്, ഇന്ദുവിന്റെ മാത്രമല്ല, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും സിനിമയാണ്. ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ദുവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. വളരെ കോൺഫിഡന്റ് ആണ്. എന്താണ് വേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. ആ വിശ്വാസത്തില് അതില് ഒരു കാപട്യങ്ങളില്ലാത്ത സംവിധായിക കൂടിയാണ്. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ആചാരങ്ങളെ കുറിച്ച് ചോദിച്ചു. ഒരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ഇന്ദു നൽകിയ മറുപടിയിൽ വ്യക്തത ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഇത് ആചാരങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ പിന്നെ ആദ്യത്തെ ഇന്ദുവിന്റെ പ്രസംഗത്തിൽ തന്നെ ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്തു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ദു പറഞ്ഞത് ഞാനൊരു ഈശ്വര വിശ്വാസി തന്നെയാണ്. ചില വിശ്വാസങ്ങളിൽ ഉറച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. പ്രതിസന്ധികളിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ നേരത്തെ ചില വിശ്വാസങ്ങൾ എന്നെ സഹായിക്കുന്നു, എന്റെ രക്ഷയ്ക്കെത്തുന്നു. അതേ അവസരത്തിൽ ചില ആചാരങ്ങൾ, എതിർക്കപ്പെടേണ്ട ചില ആചാരങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊരു മെസ്സേജൊക്കെ കുത്തി നിറയ്ക്കുന്ന സിനിമയൊന്നുമില്ല, സ്വാഭാവികമായ പരിണാമമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് സിനിമയിലും നമ്മൾ സന്ദേശം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് സംശയം വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു സന്ദേശം നൽകാനുള്ള ഒരു സിനിമയല്ല ഇത്. ഈ സിനിമയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് പലർക്കും പലതായിരിക്കും. ഞാൻ വായിച്ചെടുത്തിരിക്കുന്നത് ഇതില് യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളുടെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. ആചാരങ്ങൾ നമ്മൾ പാലിക്കുന്നതിൽ തെറ്റില്ല, അതിൽ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ യുക്തിരഹിതമായ ആചാരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അത് മുന്നോട്ടുള്ള വളർച്ചയെ അത് തടുത്തു നിർത്തും എന്ന ഒരു സൂചന വേണമെങ്കിൽ ഇതിനകത്ത് വായിച്ചെടുക്കാം. ഞാൻ അങ്ങനെയാണ് വായിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നത്. എല്ലാവരും ആ രീതിയിലാകണമെന്നില്ല. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ക്യാൻ ബി കോൺട്രവേഴ്സി, ചർച്ച ചെയ്യപ്പെടുന്നതാണ്. എന്നമ്പിള്ള സാർ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്നത് ഈ സിനിമയിലുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി ഡയലോഗ്സ് ഉണ്ട് ഹാംലെറ്റില്. അതേ ഡയലോഗ്സ് എന്നമ്പിള്ള സാർ സെനറ്റോളില് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞൊരു നാടകം അവതരിപ്പിച്ചപ്പോ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ കമന്റ്സ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു എ പ്ലേ ഷുഡ് ബി കോൺട്രവേഴ്സ്യൽ. അത് വിവാദങ്ങൾ വരുന്നത് നല്ലതാണെന്നാണ് എന്നമ്പിള്ള സാറ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ വിവാദങ്ങൾ എന്തെങ്കിലുമൊക്കെ മുളക്കുകയാണെങ്കിൽ, അത് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ, ഒരു കലാസൃഷ്ടി ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിന്റെ പോസിറ്റീവും അതിന്റെ നെഗറ്റീവും ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്കതിന്റെ പിന്നിലുള്ള ശ്രമങ്ങൾ അവിടെ വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു ഷോട്ട് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ഈ രീതിയിൽ ആർട്ടിസ്റ്റിനെ അങ്ങ് ഉഴപ്പാൻ വിട്ടു, ആ മ്യൂസിക് അവിടെ ഒട്ടും ശരിയായില്ല, ജാറിങ് ആയി, അല്ലെങ്കിൽ ക്ലൈമാക്സ് ശരിയായില്ല എന്ന് പറയുന്നത് സംവിധായികയുടെ പാളിച്ചയാണ്. പക്ഷെ സംവിധായിക പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ വിവാദം വരികയാണെങ്കിൽ അത് സംവിധായികയുടെ പരാജയമല്ല, അത് സംവിധായികയുടെ വിജയം തന്നെയാണ്. ആ രീതിയിൽ ഈ ചലച്ചിത്ര കാവ്യം തന്നെ ഞാൻ വിശേഷിപ്പിക്കും. ഇത് ചർച്ച ചെയ്യപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you, Jagdish, for your enlightening words. ഈ ചിത്രം ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത പുറം എന്ന് പറഞ്ഞ ചിത്രം ചകോരൻ
അവാർഡുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന അപൂർവം ചിത്രങ്ങളിലൊന്നാണ്. 2 ചിത്രങ്ങളാണ് ചകോരം സിനിമ അവാർഡിന് വേണ്ടി മത്സരിക്കുന്നത്. സാധാരണ ഒരു ചിത്രമാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണ ഇന്ദുലക്ഷ്മിയുടെ അപൂർവം. അതിൽ പങ്കെടുത്ത കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാവരെയും ഈ ഫോറത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. Now 2 guests have joined us. Rinoshan, director of the Malayalam film In Search of Light, Velicham Tedi. He has written the script himself and he is the cinematographer. He edited the film, also done the sound design. All in one, am I right? Yes, all in one. We talked to Rinoshan in the previous editions in the same platform. So, he is here. Then our Sabrina Campos. She is the co-writer of the film Linda. She is from Argentina and this is also competing for Chagoram Awards. Give him a big applause too. The director of the film, Mariana Penesti, and screenplay she has co-written with her friends. Many names given in the book, is it right? Dijo, Bluefield, Louisiana, Horatia, Juan, Marianne, and Sabrina. They are the co-writers of this film, and I would like to invite Sabrina to speak about her film making experience in Argentina. It's a co-production of Argentina and Spain. Am I right? Yes. Basically Argentina. Basically Argentinian film. Yes. So she will speak about her experience of filmmaking and share her experience with us. Hello everyone. Well, I'm Sabrina Campos. I'm the co-scriptwriter of Linda, the film by Marina Weinstein. She couldn't be here, so I'm representing the film. I'm very happy to be here, and it's beautiful how I'm from Argentina. It's a country so far away from here, but how films connect our cultures. Well, the film is about a domestic helper in a high-class family, and when she appears in the family, she changes the dynamics of the family. The movie is about how change the power, and the power in this house is used by this domestic helper, and how in a way she shows up the emptiness of this family that apparently is happy and everything is okay, but when she comes to this house, everything will change. Deeply in the desires of each member of this family. Well, this is the main idea that we work with Mariana, the dynamic of the family and the power with a woman who is beautiful but also magnetic, and how she used this beautiful
to follow her desires. Our next guest, Ramesh, is, as I told you earlier, he is the director and the everything of the film In Search of Light, Velicham Tedi. I didn't do everything because I wanted to, but we didn't have a choice because of the budget of the movie. That's why I had to take up majority of the things. Our film is about step siblings, one living in Bombay and one in Bangalore, and they meet sometime after their mother's death. And the way she remembers the mother is very different from what he remembers their mother to be. So their fractured relationships and their fractured memories are what the movie is about. We shot the movie for about 5 days. We had 8 days, but 3 of those days went off because of dengue. Me and the lead, both of us were very sick, so we had to, and we all go to office full time. So we had to stop the shoot, go to office, and then come back and shoot the next week. But then there's a lot of points or moments in which we were like, we might not be able to complete this movie, but then I'm really glad we were able to complete it and complete it in time to submit it for IFFK. And I'm really glad to be here. And we just had a screening, and then to just be able to witness other people connect with our movie in the same way that we did is just great. We don't necessarily make the movie for the audience, but then when the movie is done, it's always nice to see that the reasons why we chose to make the movie also, is reflected in the people that see it. So in that way, I'm really glad to be here. So I have a question first about the budget of the films, both Indulashmi and Renosha. What is the budget of your film? Total cost of production, first Indulashmi. I cannot say a number here because there is so much more than a number, because I cannot put a value for the dedication, the support, and the trust they had in me. So that all adds to the budget, I would say. I cannot say a number. They have put their hearts, and I would say it's more than money, more than anything else. Involvement minus the actual money spent. That is what I want to be. I am an economist also. So I would like to study the budget of the films. I don't think Hindu Lakshmi will be able to disclose it, because whether it be location, whether it be artist, whether it be a costume designer, whether it be makeup man, everybody has compromised for Hindu Lakshmi. So she won't be able to disclose the budget. Budget-wise, it is a profitable venture in the sense it has got selection for the competition section of IFFK. That's it. The initial budget for a movie was under $1.5 lakh, but then especially because of the dengue, we had to get 2-3 more days, so the budget went up, but finally we ended up spending less than 2 lakhs for the film. That is the exact answer we need, because 2 years back there was a director present here. He did the entire film for 2 lakhs rupees. He did it in the mobile camera. That won acclaim as well as awards. So that will be an encouragement for the upcoming directors. They will get encouragement how to make a film with the budget is not at all an issue. If there is a will, if there is cooperation from the technicians as well as the artist, you can make any good films. No problem. That is why I asked you for encouraging the upcoming directors of our country, because the technical aspects as well as the approach is changing fastly with the innovation of artificial intelligence also, that is coming to the ground level. The cost is coming down. So we should encourage people to make films. So many films that will come in. Even during the Goa Goa festival, I attended that concluded last about 1 week. I met so many people without considering the budget. The same question I asked there,
I was a media person there. I had the opportunity to interact with the people there, the directors as well as the producers. So I could gather the information that the budget is not at all a problem. We should encourage them to jump into this fray. People may think we need crores of rupees for making a film. So I think the last session, your film, you presented the film in this forum also. So that was also 2.5 lakhs or so. 1.5 lakhs. He made the film, last film. What was the name? That film was made for 1.5 lakhs. So, in yesterday, we could not even imagine about making a film. Only for the preliminary advertisement, people used to spend double or triple the amount. So, any question from the audience? Yes, Suresh. Hello, sir. I have one question for you and one for the director. The question to you is, I have seen you as the chief minister in a film, and I've seen last year I happened to meet you here. You were with a cap and all, and I couldn't identify you. One more dream role you would like to play, what would it be? Say, I'd like to play any roles which I have not done before. Any role is okay for me. I don't want to repeat myself. That's the thing. Last time I couldn't recognize you, and your friend told me, ചേട്ടാ ചേട്ടനെ കണ്ടിട്ട് അറിയുന്ന പോലും ഇല്ലല്ലോ. ഓക്കെ. അത് ഓഫ് കോഴ്സ് അതിന്റെ ഒരു എന്താ പറയാ അപ്പിയറൻസ് വൈസ് അതിന്റെ ഡിഫറൻസ് ഒക്കെ തീർച്ചയായിട്ടും ദാറ്റ് ആഡ്സ് ടു ദി ക്യാരക്ടർ. അപ്പോൾ ഓരോ പടത്തിലും ഓരോ തരത്തിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഗെറ്റപ്പ് വരുന്നത് ദാറ്റ് ആഡ്സ് ടു ദ ക്യാരക്ടർ. Thank you. Yeah, my name is Suresh and I'm from Instagram. Okay. I happened to see the movie and I would give it 7.5 out of 10. Congrats for the good movie. But one thing I wanted to ask you was, when a family goes through a death, the pain, the community and the organizers, they put a pressure in. Is there any way that a family can more neutrally see to it that these people are not felt? And how do they communicate to them that kindly leave us alone, so that let us mourn for what we have missed? I didn't understand the question properly. From what? No, the question is, if someone dies, in your family you have your own pressures, but then you have the karma, chadang and all, putting pressures, do that, do this. So the main 2 or 3 persons have to be running other than mourn for the person. So these challenges even I have myself personally faced. Is there any way I can tell that community or who comes to organize to make it more simpler, and how do I do that? I request them to watch abroad. My question is to you and your father. How much did you borrow from him, and how are you planning to return that money to him? To return it. So it's like എഴുതി തള്ളിയ കടമാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.